ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നൈറ്റ് കഴിഞ്ഞിട്ടാണ് ആക്ച്വലി ഇപ്പോൾ വരുന്നത് കേട്ടോ. എന്നെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അജറ്റും അമ്പാടിയും പാർക്ക് ഹോസ്പിറ്റലിലോട്ട് വന്നു. ഞങ്ങൾ നേരെ അവിടെ നിന്ന് നേരെ വടകര തായങ്ങാടി ഭാഗത്തോട്ട് വന്നിട്ടാണുള്ളത്. ഇവിടെ അടിപൊളിയായിട്ട് നല്ല ബീഫ് കിട്ടുന്ന ഒരു സ്പോട്ട് ഉണ്ട് കേട്ടോ. അങ്ങനെ അവിടെ വന്നിട്ട് അജറ്റ് എന്താ ബീഫ് മേടിക്കാൻ പോയിട്ടുണ്ട്. ഞാനും അമ്പാടിയും വണ്ടിക്കകത്ത് ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ ഒരു 8:30 പഞ്ച് ഔട്ട് ചെയ്തിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയതാണ്. ഇനി നേരെ വീട്ടിലോട്ട് പോകണം. വീട്ടിലെത്തിയിട്ട് ഒരുപാട് പണികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് മുൻപായിട്ട് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഞാൻ നൈറ്റ് തുടങ്ങിയിട്ട് ഫസ്റ്റ് നൈറ്റ് കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. ഇന്നിപ്പം ഈവനിങ് ഒരു 7:30 ആകുമ്പോഴത്തേനും എനിക്ക് ഹോസ്പിറ്റലിലോട്ട് എത്തണം രണ്ടാമത്തെ നൈറ്റിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ദിവസം എൻ്റെ റുട്ടീൻ കാര്യങ്ങളോ എന്തൊക്കെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത് കേട്ടോ. സാധാരണ ഞാൻ വീഡിയോ എടുക്കുന്നത് ഒന്നിക്കൽ നൈറ്റ് തുടങ്ങുന്ന ഫസ്റ്റ് നൈറ്റ് തുടങ്ങുന്ന ദിവസമോ അല്ലെങ്കിൽ നൈറ്റ് ഓഫുള്ള ദിവസങ്ങളിലായിരിക്കും വീഡിയോ എടുക്കുന്നത് കേട്ടോ. ഇങ്ങനെ റെഗുലറായിട്ട് നൈറ്റ് കണ്ടിന്യൂ ചെയ്യുന്ന സമയത്ത് ഇതുവരെ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്ന ഗൈസ് ഞാൻ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്, എന്തൊക്കെയാണ് എൻ്റെ മടികൾ, എന്തൊക്കെയാണ് നൈറ്റ് തുടങ്ങിയാലുള്ള എൻ്റെ വിശേഷങ്ങളൊക്കെയാണ്. പക്ഷേ എല്ലാ ദിവസവും ഒരുപോലെയൊന്നും ആയിരിക്കില്ല കേട്ടോ. അപ്പം ഞാനിതാ ബീഫൊക്കെ മേടിച്ച് ഞങ്ങളെല്ലാവരും കൂടെ നേരെ വീട്ടിലോട്ട് പോവാണ്. രാവിലെ അങ്ങനെ മഴയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഏർലി മോർണിംഗ് ഉണ്ടായിരുന്നു തോന്നും. കാരണം ഗ്ലാസ്സിലൊക്കെ നല്ല വെള്ളം കാണുന്നുണ്ട് കേട്ടോ. മുറ്റത്തൊക്കെ വെള്ളം കാണുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇറങ്ങാൻ നേരത്തെ ആക്ച്വലി മഴ ഉണ്ടായിരുന്നില്ല. അതങ്ങനെയാണ് ഞാൻ പറഞ്ഞു വന്നത് കേട്ടോ. അപ്പോൾ നമ്മളിതാ വീട്ടിലെത്തിയിട്ടുണ്ട്. എൻ്റെ മുഖമൊക്കെ ഒരു ഉറക്കത്തിൻ്റെ ക്ഷീണം നിങ്ങൾ കാണുന്നില്ലേ ഗൈസ്. അപ്പോൾ ഞാനിതാ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ അമ്പാടിയുടെ കയ്യിൽ ഞാൻ നോക്കുമ്പോഴത്തേനും 2 സ്വീറ്റ്സ് കാണുന്നുണ്ട് കേട്ടോ. ആക്ച്വലി അത് ബബ്ലിക്കാണെന്ന് തോന്നുന്നു. അപ്പോൾ അമ്പാടിക്ക് അത് കഴിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഞാൻ അത് മാറ്റിയെടുത്ത് വെച്ചു കേട്ടോ. അവൻ വണ്ടിയിൽ നിന്ന് എവിടുന്നോ ഒപ്പിച്ചെടുത്തതാണ്. അപ്പോൾ അമ്പാടീനെ ഏതായാലും അംഗനവാടിയിൽ നിന്ന് വിടണം. കുറേ ദിവസങ്ങൾക്ക് ശേഷം ഇന്നാണ് പോകുന്നത്. കാരണം കനത്ത മഴയും കാരണങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മൾ ഓറഞ്ച് അലേർട്ടൊക്കെ ആയിരുന്നു കോഴിക്കോട് ജില്ലയിൽ. അതുകൊണ്ട് തന്നെ അമ്പാടിക്ക് എന്താ പറയുക അംഗനവാടി ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇന്നലെ മൺഡേ ആയിരുന്നു. മൺഡേ ദിവസം അവന് പോകാനും പറ്റിയില്ല. ചെറുതായിട്ടൊരു എന്താ പറയുക ഒന്ന് മഴ ഇങ്ങനെ ചിനിങ്ങുന്നപ്പോഴത്തേനും അമ്പാടിക്ക് പനിക്കും. അങ്ങനെയുള്ള സിറ്റുവേഷനാണ് ഇപ്പോൾ കണ്ടുവരുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇന്നലെ ചെറിയ ചൂട് പോലെ തോന്നിയുകൊണ്ട് ഇന്നലെ അംഗനവാടിയിൽ വിട്ടില്ല. ഇന്നിപ്പോൾ ട്യൂസ്ഡേ ആണ്. അപ്പോൾ വിടാമെന്ന് കരുതിയിട്ട് ഞാൻ രാവിലെ തന്നെ ഞാൻ വന്ന് കയറി അവനെ കുളിപ്പിച്ചു. ഞാനും കുളിച്ചു കേട്ടോ. അതിനുശേഷം ഇതാണ് ബ്രഷ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ ഒരു റുട്ടീൻ ചില ദിവസങ്ങൾ പല്ല് തേച്ചിട്ട് കുളിക്കും, കുളിച്ചിട്ട് പല്ല് തേക്കും, ഇങ്ങനെയൊക്കെ മാറും. എല്ലായ്പ്പോഴും ഒരുപോലെ ആവത്തില്ല ഗൈസ്. കാരണം അങ്ങനെയാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം. അപ്പം ഞാൻ വന്ന് കയറി കുളിച്ചു വന്നിട്ട് പിന്നെ ദോശ ഇടാനൊക്കെ പോയി. അജേട്ടൻ അവിടുന്ന് ബീഫ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ബീഫിൻ്റെ ആശാനാണ് അജേട്ടൻ. അപ്പോൾ എനിക്ക് ഈ ബീഫ് ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടുമില്ല, കഴിച്ചിട്ടുമില്ല, എനിക്കിഷ്ടമല്ല. അപ്പോൾ ഏട്ടൻ ഉണ്ടാക്കിക്കോളാമെന്ന് പറഞ്ഞ് അങ്ങനെ ഏട്ടൻ അത് ഉണ്ടാക്കേണ്ട തിരക്കിലാണ്. അമ്പാടിക്ക് പിന്നെ ഇച്ചിരി പഞ്ചസാരയും ദോശയും കിട്ടിയാൽ മതി. ഈ ഉഴുന്നിൻ്റെ ദോശ എന്തോ ഒരു ഇഷ്ടമാണ് കേട്ടോ. കുഞ്ഞിന് തന്നെ ഇരുന്ന് കഴിച്ചോളും. പിന്നെ ഞാൻ ഫ്രീ ആയതുകൊണ്ട് ഞാൻ വെച്ചു എന്തായാലും എനിക്കിപ്പം കിച്ചണിൽ വർക്ക് കാര്യങ്ങളൊന്നുമില്ല. കാരണം എന്താ പറയുക ബീഫ് ഏട്ടൻ ഉണ്ടാക്കുന്നുണ്ട്. അത് കുക്കറിൽ അടുപ്പത്ത് വെച്ചിട്ടാണുള്ളത്. പിന്നെ വേറെ പരിപാടിയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അമ്പാടിക്ക് ദോശയൊക്കെ സ്പീഡിൽ കൊടുക്കുമായിരുന്നു. ഇപ്പോൾ സമയം ഏതാണ്ട് ഒരു 9:30 ഒക്കെ ആയിട്ടുണ്ട്. നമ്മൾ ഏതാണ്ട് ഒരു 9 o'clock ആയി കേട്ടോ വീട്ടിലെത്തുമ്പോഴത്തേനും. അപ്പോൾ പിന്നെ ഫാസ്റ്റായിട്ട് ഒരു 10 മണിക്ക് മുന്നേ അംഗനവാടിയിൽ വിടണം എന്നാണ് വിചാരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റും കൊടുത്തു. അമ്പാടീനെ അംഗനവാടിയിൽ വിടാൻ വേണ്ടിയിട്ട് അജേണ്ടത് ടീഷർട്ടൊക്കെ ഇട്ട് കൊടുക്കാമായിരുന്നു. അപ്പോഴത്തേക്ക് ഞാൻ ചൂടുവെള്ളമൊക്കെ തിളപ്പിച്ചാറ്റിയത് എടുത്തിട്ട് അവൻ്റെ ബോട്ടിലൊക്കെ വെച്ചു. പിന്നെ എൻ്റെയും അമ്പാടീൻ്റെയും പുതിയ ബാഗല്ല, കുറച്ച് മുന്നേയുള്ള ബാഗാണ്. പക്ഷേ അത് നല്ലപോലെ തിളങ്ങുന്നുണ്ട്. വെട്ടിത്തിളങ്ങുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നെനിക്കറിയില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം അവന് ലീവായിരുന്നല്ലോ. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം എന്താ പറയുക കഴുകിയിട്ടു. അവൻ്റെ ബാഗൊക്കെ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന ബാഗും അമ്പാടി അംഗനവാടി കൊണ്ടുവന്ന ബാഗും അലക്കിയിട്ടു. അത് കഴിഞ്ഞ ദിവസം ഭാഗ്യത്തിനൊരു എന്താ വെയിൽ ഉദിച്ചേ പിന്നെ നല്ല പോലെ ഉണങ്ങി കിട്ടിയിട്ടുണ്ടായിരുന്നു. എല്ലാം ഇത് ഉണങ്ങത്തില്ല, ഒരു 2 ആഴ്ച കഴിഞ്ഞാലും ഉണങ്ങത്തില്ല, വൃത്തികെട്ട സ്മെല്ലും വരും കേട്ടോ. അപ്പോൾ അങ്ങനെ അജേട്ടൻ അമ്പാടീനെ കൊണ്ടയക്കാൻ പോയി. ഞാൻ കിച്ചണിലോട്ട് വന്നേ പിന്നെ ഇതാണ് അവസ്ഥ കേട്ടോ. എന്തായാലും ഇങ്ങനെ സിങ്കിൽ കിടക്കും. നൈറ്റ് ആയി കഴിഞ്ഞാൽ ഞാൻ രാവിലെ എത്തുമ്പോഴത്തേനും ഇന്നലെ കഴിച്ചതും ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയതും ഒക്കെ ഉണ്ടാവും. അത് ഞാൻ അപ്പം തന്നെ കഴുകത്തില്ല കേട്ടോ. കാരണം ഉറക്ക ക്ഷീണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഉറങ്ങണം. ഇനി ഉറങ്ങി എഴുന്നേറ്റാലേ കഴുകത്തുള്ളൂ കേട്ടോ. ചില ദിവസങ്ങൾ എനിക്ക് ഓക്കെ ആണെങ്കിൽ ഞാൻ കഴുകാം. പക്ഷേ എല്ലായ്പ്പോഴും എനിക്ക് രാവിലെ തന്നെ ഈ പാത്രങ്ങളൊന്നും കഴുകാൻ പറ്റത്തില്ലായിരിക്കും. കാരണം നല്ല ക്ഷീണമൊക്കെ വരും. അപ്പോൾ ഞാൻ വെച്ച് കുറച്ച് കഴിഞ്ഞിട്ട് കഴുകാം. അപ്പോൾ അജേട്ടൻ ഇന്ന് ബീഫ് ഉണ്ടാക്കിയത് കിച്ചണിൽ കാണാനുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം. അവിടെയും ഇവിടെയും
സവാളയുടെ തൊലിയും മസാലപ്പൊടികളും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് ഒക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി. പെട്ടെന്നൊരു അടുക്കളയിൽ ആരെങ്കിലും കയറി വന്നാൽ എന്ത് വിചാരിക്കും? അപ്പോൾ അത് വളരെ മോശമാണല്ലോ അങ്ങനെയുള്ള ഒരു കാര്യം. അപ്പം ഞാൻ വെച്ചു എന്തായാലും ഇപ്പോൾ കഴുകാനൊന്നും പറ്റത്തില്ല, അതൊക്കെ സിങ്കിലേക്ക് ഇങ്ങനെ ഡംപ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് കുറച്ച് കഴിഞ്ഞ് ഒന്ന് കുറച്ച് ഉറങ്ങിയിട്ട് എഴുന്നേറ്റിട്ടൊക്കെ കഴുകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതൊക്കെ ഒന്ന് കിച്ചണോ ജസ്റ്റ് ഒന്ന് നീറ്റാക്കിയിട്ടു കേട്ടോ. അവിടെ കിച്ചണിൻ്റെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് നീറ്റാക്കി ഇട്ടതിന് ശേഷം എല്ലാം സിങ്കിൽ ഡംപ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു നാപ്പൊക്കെ എടുത്തിട്ട് എഴുന്നേറ്റിട്ട് ഇതൊക്കെ ക്ലീൻ ചെയ്യത്തുള്ളൂ കേട്ടോ പാത്രങ്ങൾ. അപ്പോൾ ഞാൻ വിചാരിച്ചു സാധാരണ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ എന്നുണ്ടാക്കും, അല്ലെങ്കിൽ വല്ലപ്പോഴും പുറത്തൊന്ന് മേടിക്കും കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ തീരെ പറ്റത്തില്ല എന്നാണെങ്കിൽ. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയാൽ പോലും ഞാൻ കഴിക്കത്തില്ല, അതാണ് സത്യം. ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ കഴിക്കാറേ ഇല്ല. ഇന്നിപ്പം ഞാൻ എന്തോ ഭാഗ്യത്തിന് ഒരു 2 പീസ് അരിയുണ്ട്, നമ്മളെ ഉണ്ടല്ലോ, അപ്പോൾ അത് കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് വായൊക്കെ കഴുകി ഞാൻ ചൂടുവെള്ളം ഫ്ലാസ്കിലാക്കിയിട്ട് ഞാൻ ഇതൊക്കെ കിടക്കുകയാണ്. ഇനി ഒരു ഉച്ച ആവുമ്പോഴത്തേനെ ഞാൻ തല പൊങ്ങത്തുള്ളൂ കേട്ടോ. ചില ദിവസങ്ങൾ ബോധം കെട്ട് ഉറങ്ങാറുണ്ട്, കാരണം അത്രയും ക്ഷീണമായിരിക്കും കേട്ടോ നൈറ്റ് കഴിഞ്ഞ് വന്നാൽ. ചിലപ്പോൾ ഞാൻ അറിയില്ല, വൈകുന്നേരം ആയിരിക്കും. ഞാൻ പിന്നെ എന്നെ വിളിക്കാറുമില്ല. നമുക്ക് മാസത്തിൽ 8 നൈറ്റാണ് കേട്ടോ വരുന്നത് ടോട്ടൽ. അപ്പോൾ 4 പകുതിയായിട്ട് എടുത്താൽ മതി. അപ്പോൾ ആദ്യത്തെ നൈറ്റ്, മാസത്തിലെ ആദ്യത്തെ 4 നൈറ്റാണ് ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അതിൽ 2ാമത്തെ ദിവസമാണ് കേട്ടോ. ഇനിയിപ്പം ഞാൻ സാധാരണ നൈറ്റ് തുടങ്ങുമ്പോഴത്തേനും, അതായത് നമുക്ക് നേരത്തെ എൻ്റെ ഡ്യൂട്ടി ഏതാണ്ട് അറേഞ്ച് ചെയ്യുമല്ലോ. അപ്പോൾ നൈറ്റ് തുടങ്ങുന്നതിൻ്റെ 1-2 ദിവസം മുന്നേ ഞാൻ എന്തായാലും വീടൊക്കെ ഒന്ന് നീറ്റാക്കി ഇടാൻ ശ്രമിക്കാറുണ്ട്. കാരണം ഈ നൈറ്റ് തുടങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് ഈ വീട് വൃത്തിയാക്കി ഇടാനൊന്നും പറ്റത്തില്ല കേട്ടോ. കാരണം ഫുഡ് ഉണ്ടാക്കണം, അതിൽ കുഞ്ഞിൻ്റെ കാര്യങ്ങളുണ്ടാവും, പിന്നെ എനിക്ക് ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നൈറ്റ് എടുത്തു കഴിഞ്ഞാൽ ഒന്നാമത് ക്ഷീണം കുറച്ച് അധികമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ അതൊക്കെ മനസ്സിലാക്കിയിട്ട് നേരത്തെ തന്നെ വീടൊക്കെ അടിച്ചു വാരി തൂത്ത് വൃത്തിയാക്കി ക്ലീൻ ചെയ്തിടും. എന്നാൽ പിന്നെ എനിക്ക് നൈറ്റ് തുടങ്ങിയാലും വലിയ എന്താ പറയുക 4 ദിവസം കഴിയുമ്പോഴത്തേനും വലിയ വൃത്തികേടൊന്നും ആവത്തില്ല. പിന്നെ അത്യാവശ്യം എൻ്റെ തൂത്ത് താരിയിടും, അത്രയൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. പിന്നെ മഴ സീസൺ ആയതുകൊണ്ട് എനിക്ക് ഒന്ന് സമാധാനം ഉണ്ടെന്ന് വെച്ചാൽ പൊടി അധികം ഉണ്ടാവത്തില്ല. ഈ പൊടി ഉണ്ടായിക്കഴിഞ്ഞാലാണ് ഭയങ്കര ബുദ്ധിമുട്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ അമ്പാടിക്കുട്ടൻ ഇത് അങ്കനവാടിയൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. ചോറൊക്കെ അതിനിടയ്ക്ക് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചോറും മുട്ട ഓംപ്ലേറ്റും കുറച്ച് ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആ ചമ്മന്തി ഇട്ടേ തന്നെ എനിക്ക് ചോറും നല്ലപോലെ കഴിക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ അതൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഓൾറെഡി അമ്പാടിക്കും അജേട്ടനും കൂടെ ബീഫ് ഒലത്തിയത്, അതായത് ബീഫ് റോസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ മതി. പിന്നെ ഇവിടെ കറി ആർക്കും വലിയ നിർബന്ധമില്ല കേട്ടോ. വെജിറ്റബിൾ കറി ആണെങ്കിൽ പോലും വലിയ താല്പര്യമില്ല. കാരണം എന്ന് വെച്ചാൽ ആരും കുറച്ച് ഒരു തുള്ളിയങ്ങാണ്ട് കഴിച്ചാലായി. പിന്നെ അത് ഫ്രിഡ്ജിൽ വെച്ച് ഇങ്ങനെ ഉരുട്ടി കളിക്കണം. ചമ്മന്തിയൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് അത് തന്നെ മതി. പിന്നെ എനിക്ക് കഞ്ഞിയും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ചേട്ടന് കഞ്ഞി റെഡി ആവത്തില്ല, അതുകൊണ്ടാണ് ചോറ് തന്നെ ആക്കുന്നത് കേട്ടോ. എന്നാലും ഏട്ടൻ നൈറ്റ് ഇവിടെ ആരും വീട്ടിൽ ചോറ് കഴിക്കത്തുമില്ല കേട്ടോ. അതുകൊണ്ട് നോക്കിയും കണ്ടും കുറച്ചൊക്കെ ഉണ്ടാക്കാറുള്ളൂ. അമ്പാടി ഇത് വന്ന് കയറിയ പിന്നെ വണ്ടിയിൽ നിന്ന് ഓട്ടപ്പാച്ചിലും കുറച്ച് നേരം ചുറ്റി കളിക്കുകയൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ അജേട്ടൻ എനിക്ക് വീട്ടിൽ നിന്ന് കൺസൾട്ടേഷനും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എനിക്ക് കുറച്ചും കൂടെ ഹെൽപ്ഫുള്ളാണ് കേട്ടോ. കാരണം ഡ്യൂട്ടിക്ക് പോകാനോ അമ്പാടീനെ ഇടയ്ക്ക് അംഗനവാടി ഒന്നും ഇല്ലെങ്കിൽ ഏട്ടൻ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കിക്കോളും. പിന്നെ ആണെങ്കിലും എന്താ പറയുക, നമുക്ക് ഒരു എന്താ പറയുക വേറെ ഹെൽപ്പിന് ആരും ഇല്ലാത്ത കാരണം ഏട്ടനും ഞാനും കൂടെ അഡ്ജസ്റ്റ് ചെയ്താണ് മുന്നോട്ട് പോകുന്നത് കേട്ടോ. ഇടയ്ക്ക് എനിക്ക് കുക്കിംഗ് ഒക്കെ തീരെ വയ്യെങ്കിലൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അത് വലിയ ഉപകാരമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് കേട്ടോ. കാരണം അജേട്ടന് പണ്ടേ ഇവിടുത്തെ അമ്മ ഓരോന്ന് ശീലിപ്പിച്ച കാരണം അതെനിക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. കാരണം എന്ന് വെച്ചിട്ട് എന്തെങ്കിലും എന്താ പറയുക, എനിക്ക് തോന്നുന്നു എന്നെക്കാളും നല്ല പോലെ കുക്ക് ചെയ്യും കേട്ടോ. എല്ലാം നല്ലോണം ഉണ്ടാക്കാനൊക്കെ അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര എന്താ പറയുക ഹെൽപ്ഫുള്ളാണ് അങ്ങനെ ഒരു കാര്യം. മിക്കപ്പോഴും ഞാൻ അമ്പാടി വന്നിട്ടാണ് ഫുഡ് കഴിക്കാൻ നിൽക്കാറുള്ളത് കേട്ടോ. ഏതാണ്ട് ഒരു 3:30-4 മണിയൊക്കെ ആവും ഞാൻ ഉച്ചക്കത്തെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. ഉറങ്ങിയിട്ടൊക്കെ പിന്നെ എഴുന്നേറ്റ് കഴിഞ്ഞ് ഫുഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാലും അമ്പാടി വരുമ്പോഴത്തേനുമായിട്ടും ഫുഡൊക്കെ കഴിക്കുന്നത്. അങ്ങനെ അവന് കാർട്ടൂണൊക്കെ വെച്ച് കൊടുത്തിട്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. അജേട്ടനും അതിനിടയ്ക്ക് കുറച്ച് ചോറ് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അമ്പാടീൻ്റെ അടുത്ത് കുറച്ച് നേരം അവിടുന്ന് TV ഒക്കെ കണ്ട് കാർട്ടൂണൊക്കെ കണ്ടിരിക്കും. മോനെ ഞാൻ ഓടിപ്പോയിട്ട് പാത്രങ്ങളൊക്കെ തേച്ച് കഴുകട്ടെ എന്നും പറഞ്ഞിട്ട് ഞാൻ കിച്ചണിലോട്ട് ഓടി കേട്ടോ. കാരണം സിങ്കിൽ ഒരു ലോഡ് പാത്രങ്ങളുണ്ട്, ഇത് തേനി തേച്ച് വൃത്തിയാക്കി വെക്കണം. അങ്ങനെ ഒരു ജോലിയുണ്ട്. അതെന്തായാലും ഉച്ചയ്ക്ക് ശേഷമാണ് മിക്കപ്പോഴും എനിക്ക് എന്താ പറയുക പാത്രങ്ങളൊക്കെ മുഴുവനായിട്ട് കഴുകുന്നത്. തലേ ദിവസം, അതായത് ഞാൻ നൈറ്റിന് പോയി കഴിഞ്ഞാൽ അന്ന് രാത്രി ഉണ്ടാക്കിയ എന്തെങ്കിലും ചോറിൻ്റെ പാത്രങ്ങൾ അങ്ങനെയൊക്കെ ഉള്ളത് സിങ്കിലേക്ക് അജേട്ടൻ വെക്കും കേട്ടോ. അതൊന്നും തേച്ചിരുമ്പി കഴുകാറില്ല. പണ്ടൊക്കെ ആണെങ്കിൽ എന്നാലും ചെയ്യാറുണ്ട്. ഇപ്പം കുറച്ച് മടിയനായിട്ടുണ്ട് ആക്ച്വലി. അപ്പോൾ ചില ദിവസങ്ങൾ എനിക്ക് വയ്യാന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അല്ലെങ്കിൽ അവൾ വന്നിട്ട് ചെയ്യട്ടെ എന്ന് വിചാരിക്കുന്നുണ്ടാവും മേ ബി. അപ്പോൾ എന്തായാലും ഞാൻ വന്നിട്ട് ഒന്നിക്ക് എനിക്ക് രാവിലെ പറ്റുവാണെങ്കിൽ തേച്ചുരുമ്പി കഴുകും, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷമാണ് കഴുകുന്നത് ഗൈസ്. എന്നെ ആരും എന്താ പറയുക വഴക്ക് പറയരുത്. അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ട്, ഞാൻ സത്യമാണ് പറയുന്നത്. അപ്പോൾ അതിലൊരു ഇതും ഇല്ല കേട്ടോ. അപ്പോൾ ഞാനിത് സിങ്കൊക്കെ തേച്ചുരുമ്പി കഴുകുകയാണ്. കാരണം അതിൽ ഡംപ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ എണ്ണപ്പാടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ തേച്ചൊക്കെ കഴിയൊക്കെ വാഷ് ചെയ്തുകൊണ്ട്
സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേനും നമ്മുടെ മുറ്റത്തോട്ട് 2 ചേച്ചിമാർ വന്നിട്ടുണ്ട്. അങ്ങനെ ഞാൻ ക്യാമറ എടുത്ത് ഓടിച്ചെന്ന് നോക്കുമ്പോഴത്തേനും നമ്മൾ ബ്ലീച്ചിങ് പൗഡർ കലക്കി ഒഴിക്കാൻ വേണ്ടിയിട്ടുള്ള ബക്കറ്റും വെള്ളമൊക്കെ എടുത്തു. നമ്മൾ അതിലിങ്ങനെ കലക്കി മിക്സാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ അജേട്ടന് പേഷ്യൻ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഏട്ടൻ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാൻ, കാരണം എനിക്ക് ഈ കിണറ്റിലേക്ക് ഒഴിച്ചാൽ ശരിയാവത്തില്ല. കാരണം അതിൻ്റെ നമ്മുടെ കിണറ്റിന്മേൽ കമ്പിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ പൊന്തിച്ച് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏട്ടൻ വരുന്നത് വരെ ഞാൻ അവിടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടാണുള്ളത്. അങ്ങനെ ഏട്ടൻ കൺസൾട്ടൊക്കെ കഴിഞ്ഞ് വന്നു. ഞാൻ ഏട്ടൻ്റെ അടുത്ത് പറയാൻ നേരത്താണെങ്കിൽ ഏട്ടൻ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഏട്ടൻ്റെ ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു ഗൈസ്, മുറ്റത്തോട്ടുണ്ട്. അപ്പോൾ അത് കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് ഏട്ടൻ അങ്ങോട്ട് ഓടിപ്പോയി. അമ്പാടിക്ക് വിശക്കുന്നതെന്ന് പറഞ്ഞിട്ട് അമ്പാടി ഇത് എന്നെ കൊണ്ട് ഉണ്ണിയപ്പം എടുപ്പിച്ചു കേട്ടോ. ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു, കഴിഞ്ഞ ദിവസം മേടിച്ച് വെച്ചത്. അങ്ങനെ ഉണ്ണിയപ്പം ഞാൻ അവന് എടുത്തു കൊടുത്തപ്പോൾ അവന് ഭയങ്കര സന്തോഷമായിട്ടോ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഓരോരോ ഉണ്ണിയപ്പമൊക്കെ കഴിച്ചു. അമ്പാടിക്ക് കാർട്ടൂൺ വേണമെന്ന് പറഞ്ഞിട്ട് അവന് അത് വെച്ചു കൊടുക്കുമായിരുന്നു കേട്ടോ. ഹലോ ഗായ്സ്, അപ്പോൾ ഉച്ച ഭക്ഷണമൊക്കെ കഴിഞ്ഞ് പാത്രമൊക്കെ ക്ലീൻ ചെയ്തു, അടുക്കളയൊക്കെ ഒന്ന് നീറ്റാക്കിയിട്ടു. അമ്പാടിക്കും ഭക്ഷണം കൊടുത്ത് ഞങ്ങൾ ഉണ്ണിയപ്പമൊക്കെ കഴിച്ചു. 4 മണിയായിട്ടോ ഇപ്പോൾ സമയം. ഞാനിപ്പം നമ്മൾ ഈ ബ്ലീച്ചിങ് പൗഡർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കലക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അജേട്ടൻ വന്നിട്ട് ഒഴിക്കാൻ എഴുതി. ഏട്ടൻ പേഷ്യനെ നോക്കി കഴിഞ്ഞിട്ട് ഏട്ടൻ്റെ ഫ്രണ്ട് ഉണ്ട് മുറ്റത്തിരിപ്പ്. അപ്പോൾ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് കിണറ്റിലേക്ക് മിക്സ് ചെയ്തിട്ട് ഒഴിക്കണം. ഒരു ചെറിയൊരു പരിപാടി ഉണ്ട്. പിന്നെ കുറേ കഴിഞ്ഞിട്ട് ഒരു 5-5:30-6 മണിക്കുള്ളിൽ എന്തായാലും ചെറുതായിട്ട് എന്തെങ്കിലും നൈറ്റിൽ ഫുഡ് ഉണ്ടാക്കണം. അതൊക്കെയാണ് പണിയുള്ളത്. അപ്പോൾ ഇപ്പോൾ സമയം 4 മണിയായതേ ഉള്ളൂ. ഒരു 5-5:30 വരെ ജസ്റ്റ് ഒന്ന് കിടക്കാമെന്ന് വിചാരിക്കുന്നു. ഉറക്കമില്ല, പക്ഷെ എന്നാലും ഒന്ന് ക്ഷീണം മാറ്റാമെന്ന് കരുതുന്നു കേട്ടോ. വേറെ പണിയൊന്നുമില്ല ഇപ്പം. അപ്പോൾ കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ നൈറ്റ് എടുക്കുമ്പോഴത്തേനും ക്ഷീണമാവും കേട്ടോ. അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് കിടന്നൊന്ന് റെസ്റ്റൊക്കെ എടുക്കുകയാണെങ്കിൽ വലിയ പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയാണ് കാര്യം. അമ്പാടിയാണെങ്കിൽ അവിടുന്ന് ഉണ്ണിയപ്പമൊക്കെ കഴിച്ചുകൊണ്ട് TV കാണുന്നുണ്ട്, കാർട്ടൂൺ കേട്ടോ. അംഗനവാടി വിട്ട് വന്നാൽ ഫുഡും കഴിച്ച് കിടന്നുറങ്ങുന്നവന്. ഇന്നിപ്പോൾ ഉറക്കമൊന്നുമില്ലെന്ന് തോന്നുന്നു. അവിടുന്ന് ചിലപ്പോൾ ഉറങ്ങാറുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ ഉറങ്ങിയോ എന്താണെന്ന് അറിയില്ല, പക്ഷേ ഇപ്പം കിടക്കുന്നൊന്നുമില്ല. കാർട്ടൂൺ ഞാൻ ഓഫ് ചെയ്തായിരുന്നു, പിന്നെ ഓണാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ്. ഞാൻ കുറച്ച് സമയം കിടക്കാമെന്ന് കരുതി. നൈറ്റുള്ള ദിവസം എല്ലായ്പ്പോഴും ഒരുപോലെയല്ല കേട്ടോ. ചില ദിവസം എന്താ പറയുക, ബോധമില്ലാണ്ട് ഞാൻ കിടന്നുറങ്ങും. ഇന്നിപ്പോൾ അത്ര എന്താ പറയുക, കുഴപ്പമില്ല. ചില ദിവസങ്ങൾ വന്ന് ഡ്യൂട്ടിയും കഴിഞ്ഞ് വീട്ടിലെത്തി അപ്പോൾ ബെഡ് കിട്ടിയാൽ ഒന്ന് കിടന്നുറങ്ങണം, ഒന്ന് ബെഡിലേക്ക് വേണം, അത്രയേ ഉള്ളൂ. പിന്നെ എപ്പോഴാണ് ചിലപ്പോൾ ഉച്ചയ്ക്ക് ശേഷമൊക്കെ ഞാൻ അറിയുള്ളൂ, അല്ലെങ്കിൽ വൈകുന്നേരം. അങ്ങനെയും ക്ഷീണമുള്ള ദിവസങ്ങളൊക്കെ ഉണ്ട്. ഇന്ന് വലിയ കുഴപ്പമൊന്നുമില്ല. ചിലപ്പോഴും അങ്ങനെയും വരാറുണ്ട്. അപ്പോൾ എല്ലായ്പ്പോഴും നൈറ്റ് ഒരുപോലെ അല്ല കേട്ടോ. അപ്പം അങ്ങനെയൊക്കെയുണ്ട് കാര്യങ്ങൾ. അടി പാപ്പ എന്ന് പറയുന്നുണ്ട്. ചോറ് എന്നിട്ട് ഒരു ഉണ്ണിയപ്പം കഴിച്ചിട്ടുണ്ട്. ഇപ്പം ഇനി വേണം എന്തോ. ഓ പാപ്പ തിന്നാ ഉണ്ണിയപ്പം തിന്നാ. ഇതെന്താ കുഞ്ഞിന് വിശക്കുന്നുണ്ടാ? അമ്പടിക്ക് വിശക്കുന്ന പോലും ഒരു ഉണ്ണിയപ്പം കൂടെ എടുത്തു കൊടുക്കട്ടെ. കള്ളക്കൊതി. അങ്ങനെ അമ്പടിക്ക് ഒരു ഉണ്ണിയപ്പം എടുത്തു കൊടുത്തിട്ടുണ്ട് കേട്ടോ. കേക്കെല്ലാം കഴിച്ചു കഴിഞ്ഞാൽ കേക്കൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഫുഡൊന്നും കഴിക്കില്ല. ഇപ്പോൾ കുറച്ച് വെയിറ്റൊക്കെ കൂടിയിട്ടുണ്ട് കേട്ടോ. ഒന്ന് റെഡിയായി വരുമ്പോഴത്തേക്ക് എവിടെ നിന്നായി പനിയും ജലദോഷം എന്തെങ്കിലുമൊക്കെ ആയിട്ട് വരും. ഇപ്പോൾ ഒരു 13 സംതിങ് ഉണ്ട്. 12 ഇങ്ങനെ കയറില്ല കേട്ടോ. അപ്പോഴത്തേക്കാണ് പനി എന്തെങ്കിലും ആയിട്ട് വരും. ഇന്നലെ നോക്കുമ്പോൾ 13 സംതിങ് ഉണ്ട്. അപ്പോൾ ഏതാണ്ട് ഒരു 15 ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ്. ഏതാണ്ട് അവൻ്റെ പ്രായത്തിനനുസരിച്ച് ഏതാണ്ട് 15.5 വേണം. അപ്പോൾ 14 അടുത്തുണ്ട്. അപ്പോൾ ഒരു സമാധാനമുണ്ട്. എന്നാലും ഫുഡ് കഴിക്കുന്നുണ്ട് ഇപ്പം. പക്ഷേ ഒന്ന് റെഡിയായി വരുമ്പോഴത്തേക്കും പനിയോ ജലദോഷം എന്തെങ്കിലുമൊക്കെ ആയിട്ട് വരും. അതാണ് പ്രശ്നം. കിടക്കാൻ പോയാൽ ഞാൻ അമ്പടിക്ക് നമ്മളെ ഉണ്ണിയപ്പം എടുത്തു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഒരു കേക്ക് എടുത്ത് കഴിക്കുക. അമ്പാടിനെ പൊരിച്ചിട്ട് അങ്ങനെ ബേക്കറി മേടിക്കില്ല. കഴിഞ്ഞ ദിവസം ഞങ്ങൾ വടകര പോയപ്പോഴത്തേനും കുറച്ച് ബേക്കറിയൊക്കെ മേടിച്ചു. കുറേ ആയി മേടിക്കാത്ത. അപ്പം ഒരുവിധം അച്ഛനും മോനും കൂടെ തിന്ന് തീർക്കൂല. രണ്ടും കണക്കാം.
അജേട്ടനും കഴിക്കും, അമ്പാടിയും കഴിക്കും ബീക്കറി. അതിൻ്റെ എപ്പോഴെങ്കിലും ഞാൻ ഒരു കൊതി തോന്നണം എന്നാൽ മാത്രമേ കഴിക്കുള്ളൂ. അതുകൊണ്ട് ബീക്കറി അത്ര വലിയ ഇൻട്രസ്റ്റുള്ള കാര്യമൊന്നുമല്ല. അങ്ങനെ ഒരു 3:45 4 മണിയാകുന്നപ്പോഴത്തേക്ക് അമ്പാടി വാ ഉറങ്ങാന്ന് പറഞ്ഞ് ഞാൻ അവനെ പിടിച്ച് കിടത്തിയിട്ടുണ്ട്. ഡ്രസ്സൊന്നും അയച്ച് ചാടുകയാണ് കേട്ടോ. അവ ഡ്രസ്സ് വേണ്ട, ഇപ്പോൾ കിടന്ന് ഉറങ്ങാൻ പോവാണ്. ഉറക്ക് വരുമോന്നൊന്നും എനിക്കറിയാൻ പറ്റില്ല. ഒരു 5:30 ആകുന്നപ്പോഴത്തേക്ക് എന്തായാലും എഴുന്നേക്കണം. അപ്പോൾ അമ്പാടിനെ ഒന്ന് ഉറക്കാൻ നോക്കട്ടെ, അങ്ങനെ ഉറങ്ങുകയാണെങ്കിൽ നല്ലതാണ്. അങ്ങനെ നമ്മുടെ കുഞ്ഞമ്പടി ഇത് നൈറ്റ്സ് ആയിട്ട് ഉറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ മെല്ലെ പതുക്കെ എഴുന്നേക്കാൻ നേരത്താണെങ്കിൽ അവനിത് ചാടി കയറി എൻ്റെ നെഞ്ഞത്തോട്ട് കയറി കിടക്കാണ്. അങ്ങനെ അവനെ കിടത്തി ഉറക്കി ഞാനിങ്ങനെ എഴുന്നേക്കാൻ നേരത്തെ അജേട്ടൻ്റെ അടുത്ത് ഞാൻ കുറച്ച് മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഡ്രസ്സ് തയ്ച്ച് വെച്ചിട്ടുണ്ട്, നമുക്കത് മേടിക്കാൻ പോവാം. അപ്പോൾ അത് കണ്ണൂക്കരയാണ് കേട്ടോ പോകേണ്ടത്. കണ്ണൂക്കര ഒരു വീട്ടിലാണ് പോകേണ്ടത്. അപ്പോൾ ഒരു ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഒരു 2-3 മാസമായി അത് തയ്ക്കാൻ കൊടുത്തിട്ട്. ആക്ച്വലി എൻ്റെ അമ്മേൻ്റെ 2 സാരി ആയിരുന്നു കേട്ടോ. അത് കുറച്ചും ഒരു 2-3 മാസമായി ഞാൻ അത് കൊടുത്തിട്ട്. പക്ഷേ എങ്കിലും സ്കൂളിൻ്റെ ഓപ്പണിങ്ങും തിരക്കും ഒക്കെ ആയിട്ട് കുറച്ച് സമയം എടുക്കും മോളേന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ എനിക്ക് വലിയ തിരക്കൊന്നും ഇല്ലാത്ത കാരണം ഞാൻ പതുക്കെ മതിയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് നാളെ ഞാൻ വിളിച്ചു നോക്കുന്നു. ഇടയ്ക്കൊക്കെ ഓർമ്മ വരുമ്പോൾ വിളിച്ചു നോക്കും. അപ്പോൾ എന്നെ 2 ദിവസം മുന്നേ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഡ്രസ്സൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വെച്ച് എന്തായാലും പോയിട്ട് അത് മേടിച്ചിട്ട് തന്നെ വരാം. അങ്ങനെ അമ്പാടിനെ ഉറക്കത്തുനിന്ന് എഴുന്നേറ്റിപ്പിച്ച് എൻ്റെ ദേഷ്യവും വാശിയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ച് സമയം അവൻ ഒച്ചപ്പാടും ബഹളമൊക്കെ ആയിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞ് വണ്ടിക്കകത്ത് കയറിയ പിന്നെ ഒന്ന് സെറ്റായിട്ടോ. ഈ നൈറ്റുള്ള ദിവസങ്ങൾ എവിടെയെങ്കിലും പോകാൻ ശരിക്കും പറഞ്ഞാൽ എനിക്ക് മടിയാണ്. ഇത് പിന്നെ കുറേ നാളായി കൊടുത്തിട്ട്. പിന്നെ അത് മേടിച്ചില്ലേ മോശമല്ലേ. ചേട്ടനെ ഞാൻ ഇടയ്ക്ക് വിളിച്ചു നോക്കും, തയ്പ്പിച്ചോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ 1-2 ദിവസം മുന്നേ എന്നെ വിളിച്ചായിരുന്നു കേട്ടോ, റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് മേടിച്ചോ എന്ന് പറഞ്ഞിട്ട്. വരുമ്പോഴത്തേനും വിളിക്കണം എന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ വിളിച്ചു നോക്കിയപ്പോൾ ആ വീട്ടിലുണ്ട് എന്ന് പറഞ്ഞു, വന്നോന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ നമ്മൾ മടപ്പള്ളി എത്തിയ പിന്നെ മടപ്പള്ളി സ്കൂളൊക്കെ വിട്ടിട്ട് കുട്ടികളൊക്കെ പോകുന്നതൊക്കെയാണ് നിങ്ങൾ കാണുന്നത്. ചെറിയ ബ്ലോക്കൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു റോഡിൽ കേട്ടോ. അപ്പോൾ ഇനി നേരെ നമ്മൾ കണ്ണൂക്കരയുള്ള ബാലാട്ടിൻ്റെ വീട്ടിലാണ് പോകുന്നത്. അവിടെ നിന്ന് ഓടിപ്പോയി ഡ്രസ്സൊക്കെ മേടിച്ചു. അപ്പോൾ അവിടെ പൈസയൊക്കെ കൊടുത്തു. നമ്മൾ ഇനി നേരെ അമ്മേൻ്റെ അടുത്ത് പോകാമെന്ന് കരുതി കേട്ടോ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഈ ഡ്രസ്സ് തയ്പ്പിച്ച പിന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ വീട്ടിൽ പോയി സമയമില്ലായിരുന്നു, എന്നാലും അതിനിടയ്ക്ക് എന്താ പറയുക ഞാൻ ഓടിപ്പോയിട്ട് നോക്കിയിട്ടോ. എനിക്ക് രണ്ടും നല്ലപോലെ ഇഷ്ടപ്പെട്ടു. ജസ്റ്റ് ഒരു ടോപ്പ് തയ്പ്പിച്ചതാണ് കേട്ടോ. നമുക്ക് ജീൻസും അല്ലെങ്കിൽ ലെഗിൻസും ഒക്കെ ആയിട്ട് പെയർ ചെയ്യാം. ഞാൻ ജസ്റ്റ് 2 ടോപ്പ് മാത്രമേ അടുപ്പിച്ചുള്ളൂ. അത്യാവശ്യം ഒന്ന് പുറത്തൊക്കെ പോകാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതായിരുന്നു കേട്ടോ. അങ്ങനെ ഞാനിതാ നേരം മടപ്പള്ളിയിൽ നമ്മളെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ദീരു നമ്മളെ വീട്ടിനടുത്തുള്ള കുഞ്ഞു കുട്ടിയൊക്കെ ഉണ്ടായിരുന്നു, അമ്പാടിൻ്റെ സെയിം ഏജിലുള്ള കേട്ടോ. അപ്പോൾ അവൻ്റെ അടുത്ത് ഞാൻ ആദ്യമായിട്ടാണ് കുഞ്ഞിനെ കാണുന്നത്. അവൻ്റെ അമ്മമ്മയുണ്ട്, അപ്പം അമ്മമ്മയല്ല മുത്തശ്ശിയാന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ അവരുടെ അടുത്ത് കുറച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തു. അവിടെ നിന്ന് ചെടിയൊക്കെ നടന്നു മുറ്റത്തുനിന്ന് പുല്ലൊക്കെ പറപ്പിക്കുന്ന ആളുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവരൊക്കെ പോയി ഞങ്ങൾ കുറച്ച് നേരം മുറ്റത്തുനിന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തു. പിന്നെ ഒത്തിരി സമയം അവിടെ നിന്നില്ല കേട്ടോ, കാരണം 6:10 ആയിട്ടുണ്ടായിരുന്നു സമയം. പിന്നെ എനിക്ക് 7 ആകുന്നപ്പോഴത്തേക്ക് നൈറ്റിൽ കയറാനും പോകണം. അതുകൊണ്ട് അധികം സമയം നിന്നില്ല. ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോകാമെന്ന് കരുതി. പിന്നെ നമുക്ക് പോയിട്ട് നൈറ്റിൽ ഫുഡൊക്കെ ഉണ്ടാക്കാനുള്ള സമയമില്ല. അപ്പം പിന്നെ നമുക്ക് പുറത്ത് നിന്ന് മേടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നേരെ നമ്മൾ ടൗണിലൊക്കെ പോവാണ്, വടകര ടൗണിലോട്ട്. അപ്പോൾ നമ്മൾ പാർക്ക് ഹോസ്പിറ്റലിൻ്റെ അവിടെ ഫ്രണ്ടിലൊക്കെ ആണെങ്കിൽ നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോഴത്തേനും ഒരു 6:30 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ വടകര നാരായണ നഗറിലുള്ള ഒരു അടിപൊളി ഫുഡിൻ്റെ സ്പോട്ടാണ്. അപ്പോൾ നമ്മൾ എന്നാൽ കരിമ്പന എന്നുള്ള ഹോട്ടലില്ലേ അതിൻ്റെ തൊട്ടിപ്പുറത്തുള്ള എന്താ പറയുക നാച്ചുറൽ ഫുഡ് എന്തോ ഒരു ചെറിയ കുഞ്ഞ് ബോർഡുണ്ട്, ക്ലിയറായിട്ട് എനിക്ക് വായിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നല്ല അടിപൊളി ചിക്കൻ പൊരിച്ചത് കിട്ടും. അപ്പോൾ അതും മേടിച്ചു. അവിടുന്ന് പൊറോട്ടയൊക്കെ മേടിച്ച് നമ്മൾ നേരെ വീട്ടിലോട്ട് വിടുകയാണ്. അവിടെ വീട്ടിലെത്തിയാൽ ഞാനിപ്പോൾ ഒട്ടും നേരം ഉണ്ടായിരുന്നില്ല. നേരെ പോയി ഡ്രസ്സ് ചേഞ്ച് ചെയ്യണം, ഫുഡ് കഴിക്കണം, അതായിരുന്നു പരിപാടി കേട്ടോ. അപ്പം ഞാൻ ഓടിപ്പോയി ഫുഡ് കഴിക്കുമായിരുന്നു. അജേട്ടന് പിന്നെ കഴിച്ചോളൂ, അമ്പാടി ഞാനും കഴിച്ചു കേട്ടോ. അങ്ങനെ പിന്നെ ചൂടുവെള്ളമൊക്കെ തിളപ്പിച്ചു. ഇനി ബോട്ടിലാക്കിയിട്ട് അതൊക്കെ എനിക്ക് കൊണ്ടുപോകണം. ഇന്നിപ്പോൾ നൈറ്റിൽ ഫുഡ് ഞാൻ ഇവിടുന്ന് കഴിച്ചു പോകുന്നതുകൊണ്ട് ഞാൻ ടിഫിൻ ബോക്സിൽ കൊണ്ടുപോകുന്നില്ല. സാധാരണ നൈറ്റിന് പോകുന്ന സമയത്ത് ഫുഡ് എന്തെങ്കിലും പ്രിപ്പയർ ചെയ്തിട്ട് അതും ലഞ്ച് ബോക്സ് ആക്കിയിട്ടാണ് കൊണ്ടുപോകുന്നത് കേട്ടോ. അപ്പം ഞാൻ വീട്ടിലെത്തിയ പിന്നെ ഒരു ടോപ്പ് ട്രൈ ചെയ്ത് നോക്കി. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് എൻ്റെ അമ്മ ഈ ഒരു ടോപ്പ് കണ്ടാൽ ശരിക്കും ഞെട്ടും, കാരണം ഞാൻ എക്സ്പെക്റ്റ് ചെയ്തേയില്ല. അതിനേക്കാട്ടും നല്ല അടിപൊളിയായിട്ടുണ്ട് ടോപ്പ്. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ ഞാൻ ഫുഡൊക്കെ കഴിച്ചു.
കഴിച്ചു, വെള്ളമൊക്കെ എടുത്ത് ബാഗിലാക്കി എല്ലാം സെറ്റാക്കി ഞാൻ ഇതാ ഇറങ്ങാൻ നിൽക്കുവാണ്. അമ്പാടിയും അജേട്ടനുമാണ് നൈറ്റ് തുടങ്ങിയാലും കൂട്ടാനും വരാനും കൊണ്ടാക്കാനും ഒക്കെ എന്നെ ചെയ്യുന്നത് കേട്ടോ. കാരണം എനിക്ക് നൈറ്റിൽ പോകാൻ ഭയങ്കര വിഷമമാണ്. പിന്നെ ഇവർ കൂടെ ഉണ്ട് എന്നുള്ള ഒരു ഇതിൽ ഞാനങ്ങ് പോകുന്നതാണ്. കാരണം എനിക്ക് നൈറ്റ് തുടങ്ങി എന്തോ ഒരു വിഷമവും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗായ്സ്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. മറ്റൊരു വീഡിയോ വരുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ യു.